ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ ഇന്ന് ഇത് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിലുള്ള കുറച്ച് കടകളാണ്. കുറച്ച് കടകളിലൊക്കെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഒരുപാട് കട എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിൽ വരുന്നത് കയറി ചെല്ലുന്നിടത്ത് 2-3-4 കവാടം വെച്ചിട്ടുണ്ടല്ലോ. കയറി ചെല്ലുന്നത് ഇഷ്ടം കണക്കിന് കടകളുണ്ട്. 10 രൂപയ്ക്ക് മാത്രം എന്ത് സാധനങ്ങൾ എടുത്താലും 10 രൂപ. അതെന്ന് പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ കടകളാണ്. ആ ചെറിയ ചെറിയ കടകളിൽ പറ്റണ പോലെ കൊതുക്കി വെച്ചിരിക്കണം. അത്രയ്ക്കധികം സാധനങ്ങളുണ്ട്. തിരക്കുണ്ട് അത്യാവശ്യം. അത് കാണുന്ന ആൾക്കാർ വലിയവരുണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി മേടിക്കുക. സ്കൂളൊക്കെ തുറക്കുന്ന സമയമല്ലേ. ഇപ്പോൾ പിള്ളേർക്ക് പാത്രങ്ങൾ, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, വാട്ടർ ബോട്ടിൽ. അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ട് വാങ്ങിക്കാം. അത്രയ്ക്ക് വില കുറവിന് നമ്മൾ ഇത്ര വലിയ വലിയ കടകളിലൊക്കെ കയറുന്നുണ്ടല്ലോ, അത് അത്രയ്ക്ക് പോലും വില വരില്ല ഇവിടെ. ഓരോ കടകളിലും അവർ അടുത്തടുത്താണ് ഓരോ കടകൾ വരുന്നത്. അത്ര സഹകരണമാണ് കേട്ടോ അവിടെ. ഞങ്ങൾ മിക്കപ്പോഴും പോയിട്ട് കൂടുതൽ സാധനം എടുക്കുക ഇവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അന്നേ ഞാൻ പറയണ്ടായിരുന്നു തൃശ്ശൂർ പോയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ. ചേട്ടനായിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ. എല്ലാവരും നല്ല സ്നേഹമാണ് അവിടെ. ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ട് പരിചയമാണ് എല്ലാവരുമായിട്ട്. അപ്പോൾ വേണ്ടില്ലേ, തൊപ്പി വയ്ക്കുന്ന കട, തൊപ്പിയുണ്ട്. പിന്നെ പിള്ളേരെ പൗച്ച് സാധനങ്ങൾ, ബെൽറ്റ്, പേഴ്സ്, അങ്ങനെ എല്ലാ കടകളിലും എല്ലാ കടകളും അത്ര വൃത്തിയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ കാണുമ്പോഴേ ഇങ്ങനെ ചോദിക്കും അതങ്ങനെ വൃത്തിയില്ലാണ്ടൊക്കെ. അതിൽ അത്രയും വൃത്തിയാന്ന് വെച്ചാൽ വൃത്തിയെന്ന് വെച്ചാൽ എപ്പോഴും ആൾക്കാർ വരണത് അവിടെ. അപ്പോൾ വരുന്നത് അവർക്ക് കൊടുത്ത് അവരെപ്പോഴും അത്രയും അടക്കി ഒതുക്കി വയ്ക്കുന്നത് നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ്. ഇത് ബുക്കുകൾ, സാധനങ്ങൾ കണ്ട പിള്ളേർക്ക് പഠിക്കാൻ പറ്റിയ ABCD എഴുതാനായിട്ട്. അപ്പോൾ പരമാവധി നമ്മൾ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും പോയി കണ്ടു നോക്കുക. അത്രയും ഞാൻ പറയുള്ളൂ. പോയിട്ട് കണ്ടിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്തായാലും പോയി കണ്ട എല്ലാവരും. ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ ഒന്ന് പോയി നോക്കാം, എന്താണെന്നറിയില്ലല്ലോ. ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കടകൾ കാണുന്നുണ്ട് റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ. ഉള്ളിലേക്ക് അങ്ങോട്ട് അറിയില്ല കേട്ടോ. അങ്ങോട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി നോക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത്രയധികം കടകൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്നുള്ളത്. കണ്ടില്ല, എല്ലാ ഭഗവാന്റെയും ദേവിയുടെ ഒക്കെ ഫോട്ടോസ് ഉണ്ട് അവിടെ. കണ്ട എല്ലാ ഫോട്ടോസും. പക്ഷേക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. നമുക്ക് എന്താ പറയുക, കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വെച്ചു. പിന്നെ അപ്പം നമ്മൾ വലിയ വലിയ കടകളൊക്കെ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനൊക്കെ നല്ലത് പറയുക വലകൾ കണ്ടില്ലേ. പിന്നെ കുഞ്ഞി ഉടുപ്പുകളാണ്. ഉടുപ്പ് അല്ല അത്രയും വൃത്തിയിലാണ് ഉണ്ണികളുടെ ഓരോന്നും. പക്ഷെ എനിക്കിത് മേടിച്ചിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ അവിടെ ഉണ്ണികളൊന്നും ഇല്ലാത്തതുകൊണ്ട്. വലിയവർക്കും ഉള്ളതുണ്ട് അവിടെ. പാവാട സാധനങ്ങളൊക്കെ നമ്മൾ പാവാടയൊന്നും അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല. ഉണ്ടല്ലേ പാൻസ് 3/4 സാധനങ്ങൾ. എനിക്കിത് കുറേ നേരം ഞാൻ നോക്കിക്കും. നല്ല ഭംഗിയല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര കളറ്, പല പല കളറുകളല്ല. അപ്പം പാത്രങ്ങൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ചോറും ചെമ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വേറെ വേറെ കടകളിൽ പോകണ്ട. ആ ഒരു ഏരിയയിൽ തന്നെ എല്ലാ കടകളിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിച്ചിട്ട് പോരാ കൈ നിറച്ച്. കണ്ടില്ലേ, ഹെൽമെറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവർ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചിട്ട് എന്നാൽ അതിന് കുഴപ്പമൊന്നുമില്ല, എടുത്തോ, അതിനെന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, വീഡിയോ എടുത്ത് പോക്കോ എന്ന് പറഞ്ഞു ഞങ്ങളോട്. ഞങ്ങൾ സ്നേഹമായിരുന്നു എല്ലാവരും, സഹകരിച്ച എല്ലാവരും. നമുക്ക് അത്രയും ഇതാണ്. എല്ലാ കടകളും അത്രയും വൃത്തിക്കും വെടുപ്പിലാണ് ഇട്ടിരിക്കുന്നത്. കണ്ടില്ലേ ബാഗ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലേ എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ മൈക്ക് മേടിക്കണം. മൈക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ പുറത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ എന്നിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇത് കണ്ടില്ലേ, സോപ്പ് സാധനങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട്.
നമുക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ അത് 2-3 മണിക്കൂർ ഒന്നും പോരാ, അത്രയ്ക്കധികം കടകളുണ്ട്. ഉണ്ട് അത് അവരിപ്പോൾ തന്നെ ചേച്ചിയും ചേട്ടനും എടുത്തിട്ട് പോയതായിരുന്നു കേട്ടോ. അതാണ് അപ്പോൾ അതങ്ങനെ കിടക്കണത്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോൾ ഓരോ പണ്ടില്ലേ പാൻറ്റ്, കുഞ്ഞ് ട്രൗസർ സാധനങ്ങൾ, ജീൻസ്, ഇഷ്ടമുള്ളത് ഇപ്പോൾ ഓരോരുത്തർ സൈസിനനുസരിച്ച് ആർക്ക് വേണമെങ്കിലും എടുക്കാമല്ലോ. ഇപ്പോൾ വലിയ വലിയ കടകൾ പോയി കഴിഞ്ഞാൽ അത്രയും നല്ല വിലകളായിരിക്കും. അതിൻ്റെ പകുതിയുടെ പകുതി വില പോലും ഇവിടെ ഇല്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പകുതി വിലയ്ക്കൊക്കെ കൊടുക്കാമെന്ന് പറയില്ലേ, അങ്ങനെയാണ് ഇവിടെ. പിന്നെ കണ്ടില്ലേ ഇഷ്ടം കണക്കിന് ചെറിയവർക്കും വലിയവർക്കൊക്കെ പറ്റിയ ഇതുണ്ട്, വാച്ചുകളുണ്ട്. ഞാൻ ചെന്നത് രാത്രിയാണ്. ഒരു 7:45 ആകുമ്പോഴത്തേനും കട അടയ്ക്കും. അപ്പം ഈ കട അടയ്ക്കുമ്പോൾ നമുക്ക് രാവിലെ ഒരു 9 മണി 10 മണിക്ക് പോയി കഴിഞ്ഞാൽ 7:45 ആകുമ്പോഴത്തേനും കട അടയ്ക്കും. അപ്പോൾ അതിക്കും ഉള്ളിലായിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് സാധനങ്ങൾ എടുക്കാം. വേണ്ട എല്ലാ വക സാധനങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അവർ വെച്ച് അടക്കി വെച്ചതിൻ്റെ ഭംഗിയാണ് ഞാൻ പറയണേ. നമുക്കത് നമുക്ക് കണ്ടിട്ട് അത്രയും നല്ല ഭംഗി ഇഷ്ടം തോന്നാന്നറിയില്ല. അത്രയും ഭംഗിയിൽ ഒതുക്കി വെച്ചിരിക്കുക അവർ ഓരോരുത്തരും. അതിനെ കൊടുക്കണവർക്ക് ക്ഷയിക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബൾബ് സാധനങ്ങളെല്ലാം ഉണ്ട്. വാച്ചുകളൊക്കെ ഞാൻ എന്തോരം സമയം ഞാൻ നോക്കി നിന്നറിയും. നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടും എല്ലാ സാധനങ്ങളും, പേഴ്സ് സാധനങ്ങളും ഒക്കെ. അത്രയും നല്ല ഇതാണ്. ഉണ്ടോ, ഏത് ടൈപ്പിലുള്ള വാച്ച് വേണമെങ്കിലും ഉണ്ട്, പേഴ്സ് ഉണ്ട്. ഉണ്ടോ, ആൺപിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ഏത് വേണമെങ്കിലും ടൈപ്പ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞായറാഴ്ച എന്നൊക്കെ പറയണ എല്ലാ കടകളും ഓപ്പണാണ്. രാത്രി ഞാൻ ചെന്നപ്പോൾ തന്നെ മിക്ക കടകളൊക്കെ അടവായിരുന്നു. 7:45 സമയമല്ല, എല്ലാ കടകളൊക്കെ അടച്ച് പോരാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മുഴുവനായിട്ട് എടുക്കാനും പറ്റില്ല. അപ്പോൾ ഒരു ദിവസമായിട്ട് പോയിട്ട് പിന്നെ ഒരു ദിവസം പോയിട്ട് നമുക്ക് ഫുള്ള് എടുക്കാമെന്ന് വിചാരിച്ചേക്കാണ്. പിന്നെ അത്രയും സമയമായതുകൊണ്ട് പിന്നെ അവർക്ക് സാധനങ്ങളൊക്കെ ഒതുക്കിക്കും വേണം, അവർക്ക് പോവും വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വീഡിയോ ആക്കിയിട്ട് നമ്മൾ എടുത്തത്. പിന്നെ ഒരു വീഡിയോ ഇട്ട് നമുക്ക് ഫുള്ള് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. നമ്മളെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ അത് കണ്ടത് വേറെ കടയിലായിരുന്നു, ഇത് വേറെ കടയിലാണ്. അങ്ങനെ എല്ലാ കടകളിലും എല്ലാ ഡ്രസ്സുകൾ 2-3 കടകൾ, 2-3 കടയല്ല അധികം കൂടുതൽ കടകൾ ഡ്രസ്സുകളുടെ തന്നെ വരുന്നുണ്ട്. പക്ഷെ അവരെല്ലാവരും സഹകരിച്ച് അടുത്തടുത്ത് സഹകരിച്ച് അത്ര ഇതിൽ പോകണമെന്നില്ല. അവരത്ര ഇതാണ്, സഹകരണമാണ് എല്ലാവരും. ഒരു കുഴപ്പമില്ലാത്ത ഇതാണ്. എന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ ഒരു കട വേറെ വലിയ വലിയ കടകളൊക്കെ അടുത്ത് വരുമ്പോൾ നമുക്കൊരു ഇതല്ലേ. പക്ഷെ ഇപ്പോൾ ഇവിടെ ഉണ്ടില്ലേ, നമുക്ക് ഷൂ വേണമെന്നുണ്ടെങ്കിൽ അത് വേറെ കട വെച്ചിട്ടുണ്ട്, 2-3 കട വേറെ ഉണ്ട്. ഇതല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. അത്രയ്ക്ക് വിലയും നമ്മൾ വിചാരിക്കും ഇത് കാണുമ്പോൾ ഒരുപാട് വിലയാണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും വിലയൊന്നും ഇല്ല കേട്ടോ. അത്രയും വില കുറച്ചിട്ടാണ് അവർ കൊടുക്കണത് തന്നെ. ഉണ്ണികളുടെ ഡ്രസ്സൊക്കെ പറയണ പാൻറ്റ്, ജീൻസ് എല്ലാം ഉണ്ട്. എത്ര പേരൊന്നുമില്ല, അത്രയും തിരക്കാ. ഞായറാഴ്ച പിന്നെ പറയും വേണ്ട, അത്രയും തിരക്കാണ് അവിടെ. തിരക്കി നടക്കാൻ പറ്റൂല. അങ്ങനെ നമ്മൾ ദൂരയാത്രയൊക്കെ ചെയ്യില്ല, ഗൾഫിലേക്ക് പോവുക, പെട്ടി സാധനങ്ങളൊക്കെ അതൊക്കെയാണ്. കുടകൾ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ സ്കൂൾ തുറക്കണം, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞാണ് നേരത്തെ. അത് പറഞ്ഞാൽ അപ്പോൾ പിള്ളേർക്കാണ് കൂടുതൽ ആവശ്യങ്ങൾ വരിക. അപ്പോൾ ഇവിടെ ഒന്ന് വെറുതെ ഒന്ന് വന്ന് കയറി നോക്കി ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോവുക. അങ്ങനെ ബാഗുകളൊക്കെ എത്ര തരം വേണമെങ്കിലും ഉണ്ട്. കളറാണ് കേട്ടോ പൊളിച്ചേക്കണ്, എല്ലാം നല്ല കളറുകൾ. അങ്ങനെ കണ്ടില്ലേ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു മോതിരം നല്ല കല്ല് വെച്ചിട്ടുള്ള മോതിരങ്ങൾ. ഇപ്പോൾ കുറേ നാളുകൾക്കാർക്ക് നോക്കിയിട്ട് കല്ല് വെച്ചുള്ള മോതിരിടാന്നൊക്കെ പറയില്ല. അപ്പോൾ അവരൊക്കെ അങ്ങനെയൊക്കെ തിരഞ്ഞെടുത്തിടുന്നവരുണ്ടല്ലോ. പാത്രങ്ങൾ സാധനങ്ങളൊക്കെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു കടകളിലെല്ലായിടത്തും ഉണ്ട്. വിരി സാധനങ്ങൾ എല്ലാം.
അപ്പോൾ ഇടയ്ക്കൊക്കെ ഇത് കാണുന്ന എൻ്റെ വീഡിയോ കാണുന്ന വല്ലവരും ഉണ്ടെങ്കിൽ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ചങ്ങോട്ട് നടന്നാൽ മതി. അവിടെ അടുത്ത് തന്നെയാണ് കട വരണത്. അപ്പോൾ പരമാവധി വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുള്ളതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തോളം എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ നമ്മുടെ വീഡിയോ കാണാനായിട്ട് പറ്റുള്ളൂ.